കറുപ്പുമുടുപ്പിന്റെ പുതിയ എപ്പിസോഡ് ബെസ്റ്റാണ് ഈ കൂട്ട്. ഇതൊരു പരസ്യവാചകം. നിങ്ങൾ ഓർക്കുകയായിരിക്കും, മലയാളത്തിലെ പ്രശസ്ത നടിയായ നവ്യ നായരാണ് ഈ പഞ്ച് ഡയലോഗ് കാച്ചുന്നത്. ഇത് നടത്തുന്നത് ഫാം ഫണ്ട് എന്ന് പറഞ്ഞ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഫുൾ ഫോമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഫാം ഫണ്ട് എന്ന് ആൾക്കാർക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേക്കുന്നൊരു പേരാണ്. ഇപ്പോൾ സ്പൈസസ്, പലവ്യഞ്ജനങ്ങളൊക്കെ കൂടെ ചേർത്ത ഒരു കൂട്ടാണ് ഇവര് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇവര് ഈ അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങിന് പകരം അത് ദ ഫോർത്ത് എന്ന് പറയുന്ന ചാനലിലോട്ട് മാറി. സഹകാരികളുടെ പൈസ ഷെയർ വാങ്ങിക്കുന്നതിന് പകരം അവരിൽ നിന്നുള്ള ചെറിയ നിക്ഷേപങ്ങളെ അവർക്ക് കൈപ്പറ്റാൻ പാടുള്ളൂ. പക്ഷെ അതിന് പകരം അവർ കൈപ്പറ്റിയത് ലക്ഷങ്ങൾ രൂപ 12.5% പലിശ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവർ ആൾക്കാരിൽ നിന്നും പിരിച്ചത്. മറുനാടൻ മലയാളിയിൽ ഇതിനെ പറ്റിയിട്ട് വളരെ വിശദമായ ഒരു വാർത്ത എല്ലാ ഡീറ്റെയിൽസോടും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറുനാടൻ മലയാളി അതിനകത്ത് ഫോക്കസ് ചെയ്തത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന തകർച്ചകളെ പറ്റിയിട്ടാണ്. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഇവർ തകരാൻ കാരണം ഇവർ മുട്ടിയത് വ്യാപാര രംഗത്തെ, അതായത് സ്പൈസസ് മാർക്കറ്റിംഗ് രംഗത്തെ ഭീമന്മാരുമായിട്ടാണ് ഇവർ കൊമ്പ് വെക്കാൻ പോയത്. അവിടെ ഇവർക്ക് അടിപതറി. എൻ്റെ വൈസ് ചെയർമാൻ കഴിഞ്ഞ മാസം ഒരു റിസോർട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. ബാക്കി രണ്ടുപേരെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മലയാളികൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അമിത ലാഭത്തിന് വേണ്ടി പൈസ കൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കും. മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാൻ ഇവരൊക്കെ മിടുക്കരാണ്. പൈസ പോകുമ്പോഴത്തേക്കും മിണ്ടാതിരിക്കും. പോപ്പുലർ ഫിനാൻസിലെ തട്ടിപ്പ് നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടതാണ്. അതേപോലെ ഇതൊരു 250 കോടി രൂപയുടെ തട്ടിപ്പാണ്. അത് 2000 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് നടത്തിയവരൊക്കെ 6 മാസം കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ജാമ്യം കിട്ടി വെളിയിലിറങ്ങി അവർ വിലസുന്നുണ്ട്. അവരുടെ ജീവിതം, സ്വൈര ജീവിതം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കോടതിയുടെ ജാമ്യത്തിലായതുകൊണ്ട് ആർക്കും അവരെ ശാരീരികമായിട്ട് നേരിടാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അവരൊക്കെ സേഫാണ്. ഇവര് ചെലവാക്കിയ പൈസ, ഇവര് നാട്ടുകാരെ നിന്ന് വാങ്ങിച്ച് ചെലവാക്കിയ പൈസ പോയി അതൊരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ഇത്തരം തട്ടിപ്പുകളിലോട്ട് മലയാളികൾ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.